ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ പ്രഥമസ്കന്ധം ഒന്നാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം കുന്തിസ്തുതിയിൽ 29-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. ന വേദ കശ്ചിൻ ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിൽ ദയിതോസ്തി കർഹിതിൽ ദ്വേഷശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ന വേദ കശ്ചിൽ ഭഗവൻ ചികീർഷിതം തവ ഈഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിൽ ദയിതഃ അസ്തി കർഹിതിൽ ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാ മതിഃ നൃണാം. ഇവിടെ കുന്തിദേവി പറയുന്നു, ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ടോ വെറുക്കപ്പെട്ടവരായിട്ടോ ആരും ഇല്ല എന്നാണ്. എല്ലാവരും ഒരേപോലെയാണ് ഭഗവാന് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ ലീലകൾ ആർക്കും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭഗവാന്റെ ആ ലീലകൾ ഒരു പക്ഷേ ധാരണാഭേദം ഉണ്ടാക്കി തീർക്കുന്നതാണ് എന്നാണ്. ഭഗവാന് പ്രത്യേകിച്ച് ആരോടും പ്രിയപ്പെട്ടതോ ആരും വെറുക്കപ്പെട്ടതായിട്ടോ ആരും ഇല്ല എന്നാണ് പറയണത്. പിന്നെ അത് ആളുകൾ വിചാരിക്കുന്നു ഭഗവാൻ പക്ഷാഭേദം കാണിക്കുന്നു എന്നുള്ളത് വിചാരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മൾ സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന സമയത്ത് ചില കല്ലുകൾ നല്ല വില പിടിച്ച കല്ലുകളായിട്ട് മാറും. ചിലത് അത് സാധാരണ കല്ല് പോലത്തെ പല കല്ലുകളിലും സൂര്യൻ്റെ പ്രകാശം തട്ടുന്നുണ്ട്. എന്നാൽ ചില കല്ലുകൾ നല്ല വിലപ്പെട്ടതായിട്ട് മാറും. ചിലത് അത്ര സാധാരണ പോലെയായിട്ട് മാറും. ഇതേപോലെ ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് സൂര്യൻ്റെ പ്രകാശം മണ്ഡപത്തിൽ കാണാൻ സാധിക്കില്ല. ഇതേപോലെ ഭൗതികതയിൽ മോഹിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ഭഗവാന്റെ മഹിമകൾ ഭഗവാന്റെ ആ ലീലകളുടെ വൈഭവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാനെ അറിയാൻ സാധിച്ചിട്ടുള്ളവർക്ക് ഭഗവാന്റെ കരുണ കൊണ്ട് ഭഗവാൻ അറിയാൻ സാധിച്ചിട്ടുള്ള അവർക്ക് അവർ വില പിടിച്ച രത്നങ്ങളെ പോലെയാണ് എന്നാണ് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ എതിരായി നിൽക്കുന്നവരാണെങ്കിലോ
സൂര്യൻ്റെ പ്രകാശം സാധാരണ കല്ല് തട്ടുണ്ട്, അതേപോലെ ഈ അത് ചിലത് വിലയുള്ളതായിട്ട് മാറണു. കാരണം അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലാവണു, അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർക്ക് ഭഗവാന്റെ മഹത്വങ്ങൾ അറിയാൻ സാധിക്കില്ല. ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ അവതാരം, ഭഗവാന്റെ ലീലകൾ എല്ലാം ദിവ്യമായിട്ടുള്ളതാണ്, നമ്മളെപ്പോലെയല്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ രൂപം ഭൗതികമല്ല, ലീലകൾ ഭൗതികമല്ല, ഭഗവാന്റെ അവതാരങ്ങൾ ഒന്നും ഭൗതികമല്ല, ഒരവതാരവും ഭൗതികമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ എന്തിനാണ് ഈ ലോകത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ ഇവിടെ കാണുന്ന ഈ ഭൗതികമായ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള എന്തെന്നില്ലാത്ത ഒരു കരുണ കൊണ്ടാണ് ഭഗവാൻ അവതാരം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ്. അപ്പം ഭഗവാന് ഇങ്ങനെയൊക്കെ ആരോടും ഭഗവാന് ഭേദമില്ല എന്ന് പറഞ്ഞാലും ഭഗവാന് തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാരോട്, ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിച്ചിട്ടുള്ള ഭക്തന്മാരോട് ഭഗവാന് പ്രത്യേക വാത്സല്യമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു രാജാവ് തൻ്റെ പ്രജകളെ എല്ലാവരെയും സ്നേഹിക്കും, പക്ഷേ സ്വന്തം കുട്ടികളോട് വാത്സല്യം കൂടുതൽ ഉണ്ടാവുള്ളൂ. അതേപോലെ ഭഗവാനെ അത്രയും സ്വന്തമായിട്ട് സ്നേഹിക്കുന്നവരോട്, എല്ലാം ശരണാഗതി പ്രാപിച്ചിട്ടുള്ളവരോട് ഭഗവാന് പ്രത്യേക വാത്സല്യം ഉണ്ടാവും എന്നാണ്. ഇവിടെ 30ാമത്തെ ശ്ലോകം പറയുന്നു. ജന്മകർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തെത്യംശിഷുയാദസ്സു തദത്യന്തവിഡംബനം. ജന്മകർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യംശിഷു യാദസ്സു തദത്യന്തവിഡംബനം. ജന്മ കർമ്മ ച വിശ്വാത്മൻ അജസ്യ അകർത്തുഃ ആത്മനഃ തിര്യക് നൃഷിഷു യാദഃസു തത് അത്യന്ത വിഡംബനം എന്നാണ്. ഭഗവാന്റെ ജന്മങ്ങളും രൂപങ്ങളും ലീലകളും എല്ലാം വെറും സാധാരണക്കാരെ ഭ്രമിപ്പിക്കുന്നതാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഭ്രമിക്കുന്നതാണ് എന്നാണ്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചൈതന്യമായിട്ടുള്ളത് ഈ ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ വാസ്തവത്തിൽ ഭഗവാന് ജനിക്കണില്ല, അജനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാന് ഇല്ലാതാശിക്കുക എന്നുള്ളതൊന്നും വരണില്ല എന്നാണ്. അപ്പോൾ നമ്മൾക്ക് തോന്നുന്നു എന്താണ്, ഭഗവാൻ ജനിക്കുന്നു എന്ന് തോന്നുന്നു. അതേപോലെ അപ്പോൾ എങ്ങനെയാണ്, ജനമില്ലാത്ത ആൾ എങ്ങനെയാണ് ജനിക്കുന്നത്? അത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഒരു മായ കൊണ്ട് നമ്മളെ ഭഗവാൻ ധരിപ്പിക്കുന്നതാണ്. നമ്മളോടുള്ള വെറും സാധാരണക്കാരോടുള്ള ഒരു പ്രത്യേകമായുള്ള വാത്സല്യം കൊണ്ട് ഭഗവാൻ ഇവിടെ വന്നിട്ട് ഭഗവാൻ അവതരിക്കുന്നു ലീലകൾ ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ട്? ലീലാപുരുഷോത്തമനാണ് ഭഗവാൻ. ഭഗവാന്റെ ലീലകളിൽ കൂടെ അതിന് വിശ്വാസമുള്ളവരെ ആകർഷിച്ചിട്ട് ഭഗവത് ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഭഗവാൻ ഇവിടെ അവതാരം എടുക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ അജനാണ്, എന്നാലും ഭഗവാൻ അവതാരം എടുക്കുന്നു. ലീലകൾ ഭൗതികമായ രൂപമല്ല ഭഗവാന്റെ, ലീലകളും ഭൗതികമായതല്ല എന്നാണ്. അപ്പോൾ ഭഗവാൻ പല പല രൂപത്തിലും, മൃഗങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഇല്ലേ? മത്സ്യമൂർത്തിയായിട്ട്, മത്സ്യമായിട്ട്, കൂർമ്മമായിട്ട്, വരാഹമായിട്ട് ഒക്കെ ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട്. പിന്നെ മനുഷ്യരുടെ രൂപത്തിൽ രാമചന്ദ്രസ്വാമിയായിട്ട് ഭഗവാൻ അവതാരം എടുത്തത്, ഋഷിമാരുടെ രൂപത്തിൽ നരനാരായണ മഹർഷിയായിട്ട് ഭഗവാൻ അവതാരം എടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഇതെല്ലാം നമ്മളെ വെറും ഒരു സാധാരണ വിവരമില്ലാത്ത ആളെ ഭ്രമിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ വാസ്തവത്തിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഭഗവാൻ ഒരു മൃഗമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഭഗവാൻ. പരമ പുരുഷോത്തമനാണ് ഭഗവാൻ എന്നാണ് കുന്തിദേവി ഇവിടെ സൂചിപ്പിക്കുന്നത്. കുന്തിദേവി ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം വൃന്ദാവനത്തിലേക്ക് നമ്മളുടെ മനസ്സ് കൊണ്ടുപോവുകയാണ്. ഗോപ്യാദതേ ത്വയ കൃതാഗസിധാമതാവത് യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീരഭിയദ്ബിഭേതി. ഗോപി ആദതേ ത്വയി കൃതാ ആഗസി ധാമ താവത് യാ തേ ദശാശ്രു കലില അഞ്ജന സംഭ്രമ അക്ഷം
വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീഹി അപി യത് വിഭയതി. കുന്തിദേവിയുടെ മനസ്സ് ഇപ്പോൾ വൃന്ദാവനത്തിലെ ഭഗവാന്റെ ദിവ്യമായ ദാമോദര ലീലയിലേക്ക് പോവുകയാണ് എന്നാണ്. ഇവിടെ കുന്തിദേവി പറയുന്നു, യശോദാദേവി ഭഗവാനെ ബന്ധിക്കാനായിട്ട് വികൃതി ചെയ്തു ഉണ്ണി. അതുകൊണ്ട് തന്നെ ഗോപിമാർ പറഞ്ഞതെല്ലാം ശരിയാണ്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വെണ്ണ കഴിക്കും, എന്നിട്ട് ആ കലം ഉടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുരങ്ങുകുട്ടികൾക്കൊക്കെ വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെറുതെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല വികൃതികളും പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിച്ചിരുന്നല്ലേ യശോദയ്ക്ക്. ഇപ്പോൾ യശോദയ്ക്ക് മനസ്സിലായി ഈ ലീലകളെല്ലാം ഭഗവാൻ ചെയ്തിട്ടുണ്ട്, വികൃതികൾ ചെയ്തിട്ടുണ്ടെന്ന് യശോദയ്ക്ക് മനസ്സിലായി എന്നാണ്. ഉലൂഹല ബന്ധനം എന്നുള്ള ദാമോദര ലീലയിൽ കൂടെ മനസ്സിലായി യശോദാദേവിക്ക്. അപ്പോൾ യശോദ വിചാരിച്ചു അവൻ ഈ ഭഗവാനെ ഒന്ന് കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ച ഗോപ്യാദയത്തെ കൃതാകസിതാമതാവൽ. അപ്പോൾ ഭഗവാൻ തെറ്റ് ചെയ്തു എന്ന് യശോദയ്ക്ക് തോന്നിയെന്നാണ് പറയണത്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരുടെ മുമ്പിൽ ഭഗവാൻ കളിപ്പാവയെ പോലെ കളിക്കാൻ നിന്ന് കൊടുക്കുന്നതാണ് പറയണത്. ഇത്രയും ദിവ്യമായിട്ടുള്ള അവസ്ഥയുള്ള ഭഗവാനെ ഒരു 2 മുഴം പട്ടുചരട് കൊണ്ട് ബന്ധിക്കാൻ യശോദ ശ്രമിക്കുമ്പോൾ ഭഗവാന്റെ മുഖത്ത് വന്നിട്ടുള്ള ഭാവഭേദങ്ങൾ, ഭയമെന്നുള്ള വികാരം ആര് വിചാരിച്ചാലാണോ പേടിച്ചോടുന്നത്, അതേ ഭഗവാൻ യശോദാദേവിയുടെ 2 മുഴം പട്ടുചരടൻ്റെ മുമ്പിൽ അങ്ങനെ പേടിച്ച് വറുത്ത് നിൽക്കുന്നത് കാണുന്ന സമയത്ത് അത്ഭുതം തോന്നി. ഭഗവാന്റെ ഈ ഒരു ദൃശ്യത്തിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് കുന്തിദേവിക്കെന്നാണ് പറയണത്. എന്തൊരു ഭാഗ്യമാണ് ആ അമ്മയ്ക്ക് എന്നാണ് കുന്തിദേവി സ്തുതിക്കുന്നത്. എന്താണ് വൃന്ദാവനത്തിലെ ഭഗവാന്റെ ആ ഒരു കൗതുകത്തോടു കൂടി, അതായത് വാത്സല്യ രൂപത്തിൽ ഭഗവാൻ യശോദാദേവിയുടെ മുമ്പിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ആ ഒരു ലീല, യശോദയുടെ സ്നേഹത്തിന് വാത്സല്യത്തിന് ഒരു പ്രതികരിക്കുന്നത് പോലെ ഭഗവാൻ ദാമോദരനായി നിൽക്കുന്ന കാഴ്ച. ഇതാണ് കുന്തിദേവി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നാണ്. യശോദയുടെ ആ മാതൃസ്നേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ കീഴടങ്ങി നിൽക്കുന്ന കാഴ്ച, ഇത് കുന്തിദേവി ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു രൂപമാണ് എന്നാണ്. ഇനി 32ാമത്തെ ശ്ലോകം. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോഹോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. കേചിത് ആഹു അജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോഹോ പ്രിയസ്യ അന്വവായേ മലയസ്യ ഏവ ചന്ദനം. ചിലർ പറയുന്നു എന്ത് ഭഗവാൻ പുണ്യശ്ലോകസ്യ കീർത്തയേ, അതായത് ഭഗവാൻ യാദവകുലത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാനാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയുന്നു. ചന്ദനം വളരെയധികം നല്ലതാണ്. എന്നാൽ ഈ മലയപർവ്വതത്തിലെ ചന്ദനാണെങ്കിലും അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാൻ യദുവംശം വളരെയധികം പ്രശസ്തമായിട്ടുള്ളതാണ്. ഭഗവാന്റെ അവതാരം വന്നപ്പോഴോ ആ ഭഗവാന്റെ അവതാരം വന്നതോടുകൂടി യദുവംശം വളരെയധികം ഉന്നതമായി ലോകം മുഴുവൻ അറിയപ്പെട്ടു ഭഗവാന്റെ അവതാരത്തിൽ കൂടെ എന്നാണ്. ഭഗവാനെ പല വിധത്തിൽ ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പിന്നെ ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നവരുണ്ട്, അതേപോലെ ഭക്തനാവാൻ ശ്രമിക്കുന്നവരെ സേവിക്കുന്നവരുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്നതിനോടൊപ്പം നമ്മൾ എല്ലാവരും ഭക്തന്മാരായിട്ടുള്ള ശുദ്ധഭക്തന്മാരെ സ്നേഹിക്കുക, അതേപോലെ ഭക്തനാവാൻ ശ്രമിക്കുന്നവരെ സ്നേഹിക്കുക, ഈ ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുക. വാസ്തവത്തിൽ കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കൃഷ്ണപ്രേമം. ഭഗവാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരെ സ്നേഹിക്കാൻ സാധിക്കുക, അതേപോലെ തന്നെ ഭക്തനാവാൻ ശ്രമിക്കുന്നവരെ സ്നേഹിക്കാൻ സാധിക്കുക, പിന്നെ ഭഗവാനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ സാധിക്കുക. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുക. ഇതാണ് കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ നമുക്ക് ഈ സ്നേഹം അങ്ങനെയുള്ളവർക്ക് ഭഗവാന് കൃഷ്ണപ്രേമം നമ്മൾക്ക് ഭഗവാൻ തരാൻ തയ്യാറായിരുന്നത്. അങ്ങനെയുള്ളവരോടൊക്കെ ഭഗവാൻ കൃഷ്ണപ്രേമം അനുഗ്രഹിച്ചു തരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. പിന്നെ 3 കാരണങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് 33ാമത്തെ ശ്ലോകം ഭഗവാന്റെ അവതാരത്തിന് അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യകാൽ അജസ്ത്വമസ്യ ക്ഷയമായ വധായ ച സുരദ്വിഷാം. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതോഭ്യകാൽ അജസ്ത്വമസ്യ ക്ഷയമായ
വധായ ച സുരദ്വേഷാം. അതായത് ചിലർ പറയുന്നത് എന്താണ്, വസുദേവരുടെയും ദേവകിയുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ അവതരിച്ചു എന്നുള്ളത്. ചിലർ പറയുന്നത് എന്താണ്, ഈ അസുരന്മാരായിട്ട് ഭൂമിയുടെ ഭാരമില്ലാതാക്കാനായിട്ട്, അതായത് അസുരന്മാരെ ദേവന്മാരെ ദ്രോഹിക്കുന്നവരെ അവരെ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് ആനന്ദം കൊടുക്കാൻ ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ളത് ചിലർ പറയുന്നു എന്നാണ്. അപരേ വസുദേവസ്യ ദേവക്യാം യാജിതഃ അഭ്യകാൽ അജഹ ത്വം അസ്യ ലോകക്ഷേമസ്യ വധായ ച സുരദ്വേഷാം. 34-ാമത്തെ ശ്ലോകം. ഭാരാവതരണായാന്യേ ഭുവോ നാവൈവോദധോ സീതന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്ഥ്യത. രണ്ടാമത്തെ കാരണം എന്താണ്, ഭൂമിയുടെ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ഭാരം കൊണ്ട് ഭൂമി ദേവി തളർന്നു പോകുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം, ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും ഒക്കെ അപേക്ഷയ്ക്കനുസരിച്ച് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന ഉണ്ടായി. ആ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ ഭൂമിയുടെ ഭാരമില്ലാതാക്കാനായിട്ട് അവതരിച്ചു എന്നുള്ളത് ഇവിടെ കുന്തിദേവി സൂചിപ്പിക്കുന്നു. 25-ാമത്തെ ശ്ലോകം എന്നാണ് അതിൻ്റെ കൺക്ലൂഷനാണ് ഈ ശ്ലോകം എന്നാണ്. ഭവയസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്യതി കേചനാം. ഭവയസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്യതി കേചനാം. അതായത് ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ അവിദ്യ കൊണ്ട് പിന്നെ അവനവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അതിനുള്ള പരിണത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു അനവധി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കാനായിട്ട് ശ്രവണസ്മരണാർഹാണി, അവർക്ക് ആ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സ്മരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലീലകൾ ചെയ്യാനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ് ഇവിടെ കുന്തിദേവി സൂചിപ്പിക്കുന്നത്. ഇത് ഭഗവാന്റെ ഈ 3 ആവശ്യങ്ങൾ, ഭഗവാന്റെ അവതാരത്തിൽ 3 ലക്ഷ്യങ്ങളാണ് എന്നാണ്. ഒന്ന് എന്താണ്, വസുദേവരുടെയും ദേവകിയുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാൻ അവതരിച്ചു എന്നത്. പിന്നെ ദേവന്മാരെ ദ്രോഹിക്കുന്ന അസുരന്മാരെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നത്. ഭൂമിയുടെ ഭാരമില്ലാതാക്കാനായി ബ്രഹ്മാവിൻ്റെ അപേക്ഷയ്ക്കനുസരിച്ച് അവതരിച്ചു എന്നത്. പിന്നെ ഇവിടെ ഈ ഭൗതികമായ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളെ തൻ്റെ ദിവ്യമായ ലീലകളിൽ കൂടെ അത് സ്മരിക്കാനും നിരന്തരം ചിന്തിക്കാനും കീർത്തിക്കാനുമായിട്ടുള്ള ആ ലീലകൾ ചെയ്യാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്നുള്ളതാണ് 3-ാമത്തത് എന്നാണ്. ഇവിടെ കുന്തിദേവിയുടെ സ്വന്തം അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിലാണ് കാണാൻ സാധിക്കുക. അതായത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഃ തയേവ പശ്യന്ത്യചരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവ ഇതം ഈഹിതം ജനാഃ തേ ഏവ പശ്യന്തി അചിരേണ താവകം ഭവപ്രവാഹ ഉപരമം പദാംബുജം. ശൃണ്വന്തി ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ, പിന്നെ ഗായന്തി ഭഗവാനെക്കുറിച്ച് കീർത്തിക്കാനായിട്ട്, ഗൃണന്തി നിരന്തരം അതിനെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ സ്മരിക്കാനായിട്ട്, അഭീഷ്ടശ എന്ന് പറഞ്ഞാൽ നിരന്തരം കേൾക്കാനായിട്ട്, നിരന്തരം പാടാനായിട്ട്, നിരന്തരം സ്മരിക്കാനായിട്ട്. അങ്ങനെ ആരാണോ ഭഗവത് സേവകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തേ ഏവ പശ്യന്തി അചരേണ താവകം. അവർ ഭഗവാനെ പൂർണ്ണമായിട്ട് ഭഗവാനെ കാണാൻ അവർക്ക് സാധിക്കുന്നു. എങ്ങനെ? ഭവപ്രവാഹ ഉപരമം പദാംബുജം. ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളുടെ മുഴുവൻ അവസാനമാണ്. അതായത് അത് മുഴുവൻ നശിച്ചു പോവാൻ അതിന് മുഴുവൻ നാശമാണ് ഭഗവാന്റെ തൃപ്പാദത്തിനെ കാണാൻ സാധിക്കുക എന്ന് വിചാരിച്ചാൽ എന്നാണ്. അപ്പോൾ
എന്താണ് വാസ്തവത്തിൽ ഇവിടെ എല്ലാവരെയും ആ ഭഗവാന്റെ പാദത്തിലേക്ക് സ്വയം ആകർഷിക്കപ്പെട്ട് ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നുള്ള ആ ഒരു അത് മുഴുവൻ നശിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനൊരവസ്ഥ എങ്ങനെയാണ് വന്ന് ഭഗവാന്റേതായിട്ട് മാറുക എങ്ങനെയാണ്? ഭഗവാനെ കുറിച്ച് ശൃണ്വന്തി ഗായന്തി ഗുണന്തി അഭീക്ഷ്ണശഃ സ്മരന്തി നന്ദന്തി തവ ഈഹിതം ജനാഹ. കുന്തിദേവി വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നു എന്നാണ് ഇവിടെ 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്യദ്യനസ്തും സ്വകൃതേഹിത പ്രഭോ ജിഹാസസിൽ സുഹൃദോനുജീവിന യേഷാന്യചാന്യൽ ഭവതപദാംബുജാൽ പരായണം രാജസുയോജിതാം ഹസാം. അപ്യദ്യനൂനസ്ത്വം സുഹൃതേഹിത പ്രഭോ ജിഹാസസിൽ സുഹൃദോനുജീവിന യേഷാന്യചാന്യൽ ഭവതപദാംബുജാൽ പരായണം രാജസുയോജിതാം ഹസാം. ഇവിടെ കുന്തിദേവി എന്താ പറയേണ്ടത്? പൂർണ്ണമായും ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യണത്. ഒരിക്കൽ പോലും ഭഗവാനെ പഴി പറഞ്ഞില്ല കുന്തിദേവി. വന്നിട്ടില്ല അനേകം പ്രശ്നങ്ങൾ ആപത്തുകൾ വന്നു, അപ്പോഴൊന്നും ഭഗവാനെ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. നമ്മളെപ്പോലും നല്ല കുന്തിദേവി എന്നാണ് പറയുന്നത്. ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് എന്താ ഗുരുവായൂരപ്പ അങ്ങനെയും ചോദിക്കും. അങ്ങനെയല്ല യഥാർത്ഥ ഭക്തന്മാർ. ഒരിക്കൽ പോലും കുന്തിദേവി ഭഗവാനോടൊരു ആവലാതി പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, സീറോ കംപ്ലൈൻറ്റ് എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് ഭഗവാന്റെ മുമ്പിൽ വേണ്ടത് എന്നാണ് പറയുന്നത് എന്നാണ്. ഇപ്പോൾ പൂർണ്ണമായും ഭഗവാനെ ആശ്രയിക്കുന്നു. ഇവിടെ കുന്തിദേവി പറയുന്നു, അപി അദ്യ നസ്ത്വം സ്വകൃതേ ഈഹിത പ്രഭോ ജിഹാസസി സിൽ സുഹൃദഃ അനുജീവിന. പിന്നെ യേഷ ന ച അന്യൽ ഭവതഃ പദാംബുജാൽ പരായണം രാജസു യോജിത അംഹസാം. അപ്പോൾ ഭഗവാന്റെ എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളും ഭഗവാന്റെ എല്ലാം ചെയ്തു തീർത്തു ഇവിടെ. കാരണം ഭഗവാൻ ഇവിടെ മഹാഭാരത യുദ്ധത്തിന് ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് വന്നു, അനുഗ്രഹിക്കാനായിട്ട് വന്നു. പാണ്ഡവന്മാർ വിജയശീലാളിതന്മാരായിട്ട് മാറി. അപ്പോൾ ഇവിടുന്ന് പോവാനായിട്ട് വിട പറയാനായിട്ട് ശ്രമിക്കുന്നു ഭഗവാനെ. എന്നാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അവിടുത്തെ കരുണയ്ക്ക് അവിടുത്തെ കരുണയിലാണ് അവിടുത്തെ ദയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടുത്തെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ നല്ലാതെ മറ്റൊരാളും ഞങ്ങളെ രക്ഷിക്കാനായിട്ടില്ല ഭഗവാനെ. അതുകൊണ്ട് പിന്നെ മറ്റുള്ള അതുകൊണ്ട് ആരും രക്ഷിക്കാനില്ല എന്നാണ്. ഒരുവിധം ഈ മഹാഭാരത യുദ്ധം നടന്നതോടു കൂടിയിട്ട് അനേകം ആളുകൾ ഇവിടെ വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശേഷക്കാരുടെ ഒരു ദുഃഖം, അവരുടെ മുഴുവൻ ശാപം ഞങ്ങൾക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എൻ്റെ ആളുകൾ ഈ പാണ്ഡവന്മാരൊക്കെ കുട്ടികൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? അപ്പോൾ അവിടുന്ന് അല്ലാതെ മറ്റൊരാൾ ഞങ്ങൾക്ക് രക്ഷയ്ക്കില്ല. പൂർണ്ണമായിട്ടും ഭഗവാൻ ആശ്രയിക്കുന്നു കുന്തിദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അവർക്ക് ചക്രവർത്തിമാരാവാനോ അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ അനുഭവിക്കാനോ ഒന്നുമല്ല പാണ്ഡവന്മാർക്ക് താല്പര്യം. കുന്തിദേവിക്ക് അതല്ല താല്പര്യം. എന്താ താല്പര്യം? ഭഗവാന്റെ ഭക്തനായിട്ട് മാറാൻ, ഭഗവാനെ സേവിക്കാൻ, ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കാൻ. അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് ആരും ആശ്രയമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അവിടുത്തെ ശരണാഗതി പ്രാപിക്കാൻ. ഇതാണ് കുന്തിദേവിക്കും ആ പാണ്ഡവന്മാർക്കും ഏറ്റവും ആഗ്രഹമുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 38ാമത്തെ ശ്ലോകം. കേവയം നാമരൂപാഭ്യം യദ്ഭിः സഹ പാണ്ഡവാः ഭവതോ ദർശനം ജർഹി ഋഷീകാണാമിവേശിതോ. കേവയം നാമരൂപാഭ്യാം യദ്ഭിः സഹ പാണ്ഡവാः ഭവതോ ദർശനം ജർഹി ഋഷീകാണാമിവേശിതോ. കേവയം നാമരൂപാഭ്യാം യദുഭി സഹ പാണ്ഡവാഃ ഭവതഃ അദർശനം യർഹി ഋഷീകാണാം ഇവ ഈശിതു എന്നാണ്. ഭഗവാനെ ഇപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ഈ ഭൗതികമായ ശരീരത്തിൽ ഇരുന്നും കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള
പേര്, പെരുമ, അതുകൊണ്ട് ഭൗതികമായ എല്ലാ സമ്പാദ്യങ്ങളും വാസ്തവത്തിൽ ഇതെല്ലാം നിസ്സാരമായിട്ടുള്ളതല്ലേ? ഭഗവാന്റെ ഒരനുഗ്രഹത്തിന് മുമ്പിൽ ഇതെല്ലാം നിസ്സാരമായിട്ടുള്ളതല്ലേ? അപ്പോൾ ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാണുന്നതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അല്ലാതെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതൊന്നുമല്ല. ഈ കാണുന്ന ഐശ്വര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതല്ല. ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഐശ്വര്യങ്ങളാണ് ഇതെല്ലാം എന്നാണ്. അപ്പോൾ ഭഗവാൻ ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഞങ്ങളുടെ ഐശ്വര്യങ്ങളും ഭഗവാന്റെ ഒരു കടാക്ഷം ഞങ്ങളില്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം ആ നിമിഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും ഭഗവാനെ എന്ന് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുന്തിദേവി പറയുന്നു 39 ശ്ലോകത്തിൽ, നേയം ശോഭിഷ്യതേ തത്ര യഥേദാനിം ഗദാധര ത്വൽപദേരങ്കിത ഭാതി സ്വലക്ഷണ വിലക്ഷിതൈഃ ന ഇയം ശോഭിഷ്യത്തെ തത്ര യഥാ ഇദാനിം ഗദാധര ത്വൽപദേഃ അങ്കിത ഭാതി സ്വലക്ഷണ വിലക്ഷിതൈഃ. കുന്തിദേവി പറയുന്നു, എൻ്റെ ഭഗവാനെ, അവിടുത്തെ ഈ ഒരു ഹസ്തിനപുരത്തിലെ ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞിട്ട് അവിടെ പരമപവിത്രമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശം ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിസ്സാരമായിട്ട് മാറില്ലേ ഭഗവാനെ? അവിടുന്ന് പോകുന്നതിൽ കുന്തിദേവിക്ക് ഭഗവാൻ തിരിച്ചു പോകുന്നതിൽ ഒട്ടും ആഗ്രഹമില്ല എന്നാണ് കുന്തിദേവിയുടെ വാക്കുകളിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾക്ക് ഇന്ന് ഇവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എത്രയും നമ്മൾക്ക് പറയാനും ഇവിടെ സമർപ്പിക്കാനും സാധിച്ചത്. നല്ലത് മാത്രം വരണേ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ.